ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സിംഗിൾ സിലിണ്ടർ അഡ്വഞ്ചർ ബൈക്കിൻ്റെയും ഓൺ റോഡ് പ്രൈസും ബാക്കി ഡീറ്റെയിൽസുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. പല കമ്പനീസിൻ്റെ ബൈക്കാണ് ഇപ്പം മാർക്കറ്റിലുള്ളത്. ഒരുപാട് അഡ്വഞ്ചർ ബൈക്ക് ഉണ്ട്. ഇനി വരാൻ പോകുന്ന അഡ്വഞ്ചർ ബൈക്കും കൂടി നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. ഇതൊരു മോട്ടോർ സൈക്കിൾ കണ്ടന്റ് ഉള്ളൊരു ചാനലാണ്. അപ്പോൾ മോട്ടോർ സൈക്കിളിനെ കുറിച്ച് മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മൾ ഇനി വരാൻ പോകുന്ന ബൈക്കിനെ കുറിച്ച് ഇതുപോലുള്ള അപ്ഡേറ്റിനെ പറ്റിയിട്ട് ഓരോ ബൈക്കിൻ്റെ പ്രൈസ് കൂടിയാൽ കുറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ പ്രൈസ് കമ്പാരിസൺ ആണ്. ഇപ്പോൾ സ്പെക്സ് വൈസ് കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. ഏറ്റവും വില കുറഞ്ഞ അഡ്വഞ്ചർ ബൈക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞൊരു അഡ്വഞ്ചർ ബൈക്ക് എക്സ്പൾസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് 200cc. എക്സ്പൾസ് ഇപ്പോൾ 2 മോഡലാണ്, 200 ഉണ്ട്, 210 ഉണ്ട്. രണ്ടിലും നല്ല മാറ്റങ്ങളുണ്ട്. നിങ്ങളെ ബഡ്ജറ്റ് ഒരു 2 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 200 നോക്കാം, 2 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 210 നോക്കാം. 200 നിങ്ങൾക്ക് അറിയായിരിക്കും പഴയ എക്സ്പൾസിൻ്റെ എഞ്ചിനാണ്. വണ്ടി കുറച്ച് ഹൈവേ പെർഫോമൻസ് കുറവാണ് പഴയ മോഡലിന്. പുതിയ മോഡൽ വെച്ച് നോക്കുമ്പോൾ മൈലേജ് കുറച്ച് കൂടുതലാണ്, സർവീസ് കോസ്റ്റ് കുറച്ച് കുറവാണ്. 210 കുറച്ച് മാറ്റങ്ങളുണ്ട്, കുറച്ചും കൂടി ഹൈവേ പെർഫോമൻസ് ഉണ്ട്. ഇപ്പോൾ എഞ്ചിൻ അവർ കരിസ്മെൻ്റ് എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു 210cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. 200 വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് വണ്ടി പവർഫുൾ ആണ്. പക്ഷേ മൈലേജ് കുറച്ച് കുറവാണ്, ഒരു 35 to 40 ആണ് അറൗണ്ട് മൈലേജ് കിട്ടുന്നത്. പഴയത് വെച്ച് നോക്കുമ്പോൾ വണ്ടി കുറച്ചും കൂടി ടൂറിംഗ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ലോങ് ട്രിപ്പൊക്കെ അടിക്കാൻ നല്ലൊരു ചോയ്സ് ആയിരിക്കും എക്സ്പൾസ് 210. എക്സ്പൾസ് 200 അറൗണ്ട് ഒരു 1,90,000 രൂപ റേഞ്ചാണ് പ്രൈസ്. 210 2,14,000 തൊട്ട് 2,26,000 ബേസിന് 14, ടോപ്പിന് 2,26 ഓൺ റോഡ്. രണ്ടാമത്തെ മോഡൽ ഹോണ്ടയുടെ NX 200 ആണ്. അതായത് നമ്മുടെ പഴയ CB200X. ഹോണ്ടൻ്റെ ഹോർണർ 2.0ൻ്റെ സെയിം എഞ്ചിൻ വെച്ചിട്ടുള്ളൊരു മോഡലാണ് NX 200. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ളൊരു അഡ്വഞ്ചർ ബൈക്കല്ല, കുറച്ചൊക്കെ സിറ്റി ആവശ്യത്തിന് വേണ്ടിയിട്ടും ഹൈവേസിനൊക്കെ പറ്റിയുള്ളൊരു മോഡലാണ്. പിന്നെ ചെറിയ ബാഡ് പാച്ച് റോഡിലേക്ക് ഓടാൻ പറ്റിയുള്ളൊരു മോഡലും കൂടിയാണ്. എക്സ്പൾസിൻ്റെ മോഡലിൽ ചെയ്യാൻ പറ്റുന്ന ഓഫ് റോഡൊന്നും ഒരിക്കലും CB200Xൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു സിറ്റി ടൂറാണ് വണ്ടി കാണാനും കുറച്ച് റോഡ് പ്രസൻസ് കൂടുതലുണ്ട്. ഒരു 184cc ആയിട്ടുള്ളൊരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. പ്രൈസിങ് നോക്കുവാണെങ്കിൽ 2,05,000 രൂപയാണ് വണ്ടീൻ്റെ ഓൺ റോഡ് പ്രൈസ്. മൂന്നാമത്തെ ബൈക്ക് കവാസാക്കിയുടെ KLS 230 ആണ്. ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ട്രയൽ ബൈക്കാണ്. പക്ഷേ ഇതൊരു പക്ക റോഡ് ലീഗൽ ആയിട്ടുള്ളൊരു ട്രയൽ ബൈക്കാണ് കവാസാക്കിയുടെ KLS 230. KLXൻ്റെ പ്രൈസ് ഇപ്പം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. 1,99,000 രൂപയാണ് വണ്ടീൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് വരുന്നത്. പ്രൈസ് കുറച്ചതിൻ്റെ കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. വണ്ടി ഇപ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ ആക്കിയിട്ടുണ്ട്. കവാസാക്കി ഇപ്പോൾ ഇന്ത്യയിലാണ് വണ്ടി മാനുഫാക്ചറിങ് ചെയ്തേക്കുന്നത്. അതാണ് വണ്ടിക്ക് ഇത്രയും പ്രൈസ് കുറക്കാനുള്ള മെയിൻ റീസൺ. വണ്ടീൻ്റെ ഫസ്റ്റത്തെ ലോഞ്ചിങ് പ്രൈസ് 3 ലക്ഷത്തിന് മുകളിലായിരുന്നു. അറൗണ്ട് 4 ലക്ഷം രൂപയാണ് വണ്ടീൻ്റെ ഓൺ റോഡ് പ്രൈസ് അന്ന് വന്നത്. പക്ഷേ 2 KLXൽ തമ്മിൽ വ്യത്യാസമുണ്ടാവും. പ്രൈസ് കുറഞ്ഞതിന് ക്വാളിറ്റി കുറവായിരിക്കും, പ്രൈസ് കൂടിയതിന് ക്വാളിറ്റി കൂടുതലായിരിക്കും. അത് പറയാനുള്ള മെയിൻ റീസൺ മെയ്ഡ് ഇൻ ഇന്ത്യയും മെയ്ഡ് ഇൻ ജപ്പാനുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു ജപ്പാൻസ് എഞ്ചിനീയറിംഗ് ആ ഒരു ക്വാളിറ്റി ഒരിക്കലും മെയ്ഡ് ഇൻ ഇന്ത്യക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് എടുത്ത ആൾക്കാർ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഇല്ല, ഒരു ജാപ്പനീസ് ക്വാളിറ്റി ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണ്. വണ്ടീൻ്റെ എഞ്ചിൻ അവർ കൊടുത്തേക്കുന്നത് 233cc ആയിട്ടുള്ള സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. എയർ കൂൾഡ് SOC എഞ്ചിനാണ്. ഇന്ത്യൻ മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് 2,46,000 രൂപയാണ്. എക്സ്പൾസ് 210ൻ്റെ ടോപ്പിനേക്കാൾ ഒരു 20,000 രൂപ കൂടുതലാണ് KLXന്. എക്സ്പൾസ് 210 എടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ബൈക്കിൻ്റെ കാര്യം ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എക്സ്പൾസും KLX ഒരു പക്ക അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആണെങ്കിൽ കൂടി കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കൂടുതലുള്ളത് KLXനായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഡുവൽ സ്പോട്ട് അല്ലെങ്കിൽ ഡെഡ് ബൈക്കിൽ ലുക്ക് വേണ്ടുന്ന ഒരു ബൈക്ക് നിങ്ങൾക്ക് വേണ്ടിക്കില്ല. അത്രയും പെർഫോമൻസ് വേണ്ടിക്ക് നിങ്ങൾ ഈ ഒരു ബൈക്കിലേക്ക് നോക്കുന്നത് ബെറ്റർ ആയിരിക്കും. ലിസ്റ്റിലെ 4ാമത്തെ അഡ്വഞ്ചർ ബൈക്ക് സുസുക്കിയുടെ V-Strom XS 250 ആണ്. സുസുക്കിയുടെ ഒരു 250cc ഉള്ളൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് V-Strom. നമ്മുടെ ജിക്സർ 250ൻ്റെ സെയിം എഞ്ചിൻ വെച്ചിട്ടുള്ളൊരു അഡ്വഞ്ചർ മോഡലാണ്. സുസുക്കിയുടെ തന്നെ ഒരു ഹൈവേ ടൂറിങ്ങിനൊക്കെ പറ്റിയുള്ള ഒരു ബെസ്റ്റ് മോട്ടോർ സൈക്കിളാണ്, അഡ്വഞ്ചർ ടൂറും കൂടിയാണ്. ജിക്സർ 250ൽ കണ്ട അതേ ഒരു 250cc വരുന്ന ഒരു സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾ എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നോർമലി കാണുന്ന ഓയിൽ കൂളിംഗ് സെറ്റപ്പ് അല്ല, സുസുക്കിയുടെ തന്നെ SOCS ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഓയിൽ കൂളിംഗ് സിസ്റ്റമാണ്. സെയിൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എക്സ്പൾസ് പോലെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ബൈക്ക് പോലെയൊന്നും അത്ര വലിയ ഭീകരമായിട്ടുള്ള സെയിൽസ് ഒന്നുമില്ല. എന്നാലും സുസുക്കിയുടെ ബാക്കിയുള്ള ബൈക്ക് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ സെയിൽസ് ഉണ്ട് വണ്ടിക്ക്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 3 lakh അണ്ടർ ആണെങ്കിൽ V-Strom നിങ്ങൾക്ക് നോക്കാം. കുറച്ചും കൂടി ഹൈവേ പെർഫോമൻസ് ഒക്കെ ഉള്ളൊരു മോഡലാണ്. 2,82,000 രൂപയാണ് V-Stromൻ്റെ ഓൺ റോഡ് പ്രൈസ്. 5ാമത്തെ ബൈക്ക് ST അഡ്വഞ്ചറാണ്. പുതിയ മോഡലാണ്, 2025 വേർഷനാണ്. പുതിയൊരു ഡിസൈനിലാണ് വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ ഒരു ഫ്രണ്ടിലെ പോർഷൻ്റെ ഡിസൈൻ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പഴയ ST ഇറങ്ങിയതും ഹിമാലയൻ്റെ ഏകദേശം സിമിലർ ലുക്കുള്ളൊരു മോഡലാണ്. പല ആൾക്കാരും പറയാറുണ്ട് ഹിമാലയൻ്റെ കോപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോഴത്തെ ഡിസൈൻ അവർ ചെറിയ മാറ്റങ്ങളുണ്ട്. ഫ്രണ്ടിലൊരു ഡബിൾ LED ലൈറ്റുള്ളൊരു ഡിസൈനാണ്. ST അഡ്വഞ്ചറും ഭയങ്കരമായിട്ടുള്ള സെയിൽസ് ഒന്നുമില്ല.
അപ്പോൾ കുറച്ച് സെയിൽസ് മാത്രമേ വണ്ടിക്ക് വരുന്നുള്ളൂ. ഒരു 334cc ആയിട്ടുള്ള സിംഗിൾ സെൻട്രൽ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. വണ്ടി കുറച്ചും കൂടി ലോങ് ട്രിപ്പിനൊക്കെ പറ്റിയുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് ഹിമാലയൻ പോലെ തന്നെ പഴയ ഹിമാലയൻ പോലെ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു മോഡലാണ്. പുതിയ മോഡൽ വണ്ടീൻ്റെ കുഷ്യൻസിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഇപ്പോൾ പഴയ ഒരു എഞ്ചിൻ ഇഷ്യൂസൊക്കെ ഒരു പരിധി വരെ അവർ മാറ്റിയിട്ടുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 3 lakh under ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു അഡ്വഞ്ചർ ബൈക്കാണ് ST അഡ്വഞ്ചർ. വണ്ടീൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 2,77,000 ആണ്. ഇപ്പോൾ ടോപ്പ് കളർ വേർഷന് ഇപ്പോൾ 2,85,000 റേഞ്ചിൽ വരുന്നുണ്ട്. ലിസ്റ്റിൽ 6ാമത്തെ അഡ്വഞ്ചർ ബൈക്ക് ഹിമാലയൻ 450 ആണ്. പുതിയ ഹിമാലയനാണ്. ഹിമാലയനെ 411 നിർത്തിയിട്ട് പുതിയ വേർഷനാക്കി കൊണ്ടുവന്ന മോഡലാണ് ഹിമാലയൻ 450. പഴയത് വെച്ച് നോക്കുമ്പോൾ ഡിസൈനിൽ മാറ്റമുണ്ട്, എഞ്ചിന് മാറ്റമുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം ഒരുപാട് കാര്യങ്ങൾ കൊടുത്തൊരു മോഡലാണ്. പക്ഷെ എന്നാലും പുതിയ ഹിമാലയന് ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പക്ക അഡ്വഞ്ചർ ടൂറാണ്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വാങ്ങാൻ പറ്റിയില്ല ബെസ്റ്റ് ടൂറർ മോട്ടോർ സൈക്കിളും കൂടിയാണ് ഹിമാലയൻ. ഒരു 450cc ആയിട്ടുള്ള സിംഗിൾ സെൻട്രൽ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. സിംഗിൾ സെൻറ്റർ അഡ്വഞ്ചർ ബൈക്കിൽ തന്നെ ഏറ്റവും ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ് ഹിമാലയൻ്റേത്. പഴയതുപോലെ തന്നെ നല്ലൊരു ലോങ് ടോർക്കുള്ള മോഡൽ തന്നെയാണ് ഹിമാലയൻ 450. നല്ലൊരു ഹൈവേ പെർഫോമൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ലോങ് ട്രിപ്പൊക്കെ പ്രത്യേകിച്ച് ഹിമാലയൻ പോലെ ട്രിപ്പൊക്കെ അടിക്കാൻ പറ്റിയുള്ളൊരു ബെസ്റ്റ് ബൈക്കാണ്. ആ ഒരു ടെറൈനൊക്കെ പക്ക മാച്ച് ആയിട്ടുള്ളൊരു ബൈക്കും കൂടിയാണ്. ഓഫ് റോഡിങ്ങിനും ലോങ് ഡ്രൈവിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ചോയ്സ് ആണ് ഹിമാലയൻ 450. പക്ഷേ ഈ ഒരു റേഞ്ചിൽ വണ്ടിക്ക് പ്രൈസ് കുറച്ച് കൂടുതലാണ്. നേരത്തെ പറഞ്ഞ ബൈക്കൊക്കെ 3 lakh underും 2 lakh under ആണെങ്കിൽ ഇത് 3 lakh above ആണ്. 3,66,000 രൂപയാണ് വണ്ടീൻ്റെ ഓൺ റോഡ് പ്രൈസ്. വണ്ടീൻ്റെ കളർ മാറുന്നതിനനുസരിച്ച് പ്രൈസും മാറും. ഹാൻഡിൽ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു ഏറ്റവും ടോപ്പ് വേർഷൻ. അതിന് 3,85,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ലിസ്റ്റിലെ 7ഉം 8ഉള്ള ബൈക്ക് KTMൻ്റെ അഡ്വഞ്ചർ 250 അഡ്വഞ്ചർ 390 ആണ്. പുതിയ അഡ്വഞ്ചർ 390 ലുക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഒരു ഡക്കാർ ഇൻസ്പയർ ആയിട്ടുള്ള ലുക്കാണ് KTM കൊടുത്തേക്കുന്നത്. KTMൻ്റെ ഡക്കാർ മോട്ടോർ സൈക്കിൾ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഒരു ലുക്കൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് നമ്മുടെ KTMൻ്റെ അഡ്വഞ്ചർ 390. നേരത്തെ പറഞ്ഞ ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ് KTMൻ്റെ അഡ്വഞ്ചർ 390. ഹൈവേ പെർഫോമൻസ് നേരത്തെ പറഞ്ഞ എല്ലാ ബൈക്കിനെക്കാട്ടിയും കൂടുതലാണ്. KTMൻ്റെ 390cc ആയിട്ടുള്ള സിംഗിൾ സെൻറ്റർ എഞ്ചിനാണ് അവർ യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. സിംഗിൾ സെൻറ്ററിലെ ഡ്യൂക്ക് 390ൻ്റെ സെയിം എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ ഹൈവേ പെർഫോമൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. അഡ്വഞ്ചറിന് നമുക്ക് ഹൈവേസിനും പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല ടോപ്പ് സ്പീഡും ഉണ്ട്, നല്ല പവർഫുൾ എഞ്ചിനാണ്. അഡ്വഞ്ചർ ബൈക്കിൽ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് കുറച്ച് ലാഗ്. കാരണം ആ ഒരു എഞ്ചിൻ അങ്ങനെയാണ് അഡ്വഞ്ചർ ബൈക്കിനൊക്കെ റീട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ KTMൻ്റെ എഞ്ചിൻ കുറച്ചും കൂടി പവർഫുൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു എഞ്ചിൻ്റെ ലാഗോ കാര്യങ്ങളോ നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഇന്ത്യയിൽ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രൈസ് ഉള്ള പവർഫുൾ ആയിട്ടുള്ളൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ് KTMൻ്റെ അഡ്വഞ്ചർ 390. അഡ്വഞ്ചർ 250ക്ക് 3,30,000 രൂപയും അഡ്വഞ്ചർ 390ക്ക് 4,75,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. നല്ല ഇതൊക്കെ പ്രൈസ് വണ്ടിക്ക് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും KTM കൊടുത്തിട്ടുണ്ട്. ഇത്രയും ബൈക്കാണ് നമ്മുടെ സിംഗിൾ സെൻറ്ററിൽ ഇപ്പോൾ അഡ്വഞ്ചർ ബൈക്ക് നിലവിലുള്ളത്. ഇപ്പോൾ ഇതിൽ BMW G310GS ഉണ്ടായിരുന്നു, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷത്തോടു കൂടി വരാൻ പോകുന്ന അഡ്വഞ്ചർ ബൈക്കുകൾ നോക്കാം. ഫസ്റ്റ് വൺ TVSൻ്റെ അഡ്വഞ്ചർ ബൈക്കാണ്. ഫസ്റ്റ് അഡ്വഞ്ചർ ബൈക്കായിട്ടുള്ള RTX 300 ആണ്. ഒക്ടോബറിലാണ് വണ്ടീൻ്റെ ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 750 ആണ്. നവംബർ മാസത്തിലാണ് വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഹിമാലയൻ്റെ ഒരു ഇലക്ട്രിക് വേർഷൻ ആയിട്ടുള്ളൊരു അഡ്വഞ്ചർ മോഡലും കൂടി ലോഞ്ച് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ ഹീറോ എക്സ്പൾസ് 400 ആണ്. 2026 ഒരു എൻഡിങ്ങിലോടുകൂടി വണ്ടി ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹീറോൻ്റെ എക്സ്പൾസിൻ്റെ 160 മോഡലും കൂടി വരുന്നുണ്ട് എന്നുള്ള സ്ട്രോങ് റൂമേഴ്സ് ഉണ്ട്. ഫോർത്ത് വൺ BMWയുടെ മോഡലാണ്. BMWയുടെ F450GS ആണ്. നമ്മൾ 310ൻ്റെ ഒരു റീപ്ലേസ് മോഡലാണ്. ഇത്രയും അപ്കമിങ് അഡ്വഞ്ചർ ബൈക്കാണ് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ളത്.